നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. ആഗോള അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി ബുധനാഴ്ച പരിഗണിക്കും. ഡോക്ടർ PS മഹേന്ദ്രകുമാർ സമർപ്പിച്ച ഹർജിയാണ് കോടതി അടിയന്തരമായി പരിഗണിക്കുന്നത്. സെപ്റ്റംബർ 20 ശനിയാഴ്ച നടക്കുന്ന പരിപാടിക്ക് മുൻപ് തന്നെ വാദം കേൾക്കണമെന്ന ഹർജിക്കാരന്റെ ആവശ്യം സുപ്രീം കോടതി അംഗീകരിക്കുകയായിരുന്നു. ഇത്തരം പരിപാടിക്ക് അനുമതി നൽകിയാൽ ഭാവിയിൽ മതസംഗമങ്ങളുടെ പേരിലും രാഷ്ട്രീയ പരിപാടി നടത്തും. കൂടാതെ പരിസ്ഥിതി ലോല പ്രദേശമായ പമ്പയിൽ തകൃതിയായി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പല മുൻകാല കോടതി ഉത്തരവുകളുടെയും നഗ്നമായ ലംഘനമാണ്. ദേവസ്വം ബോർഡിന്റെ പണം ദേവന്റെ പണമാണ്. ഈ പണം ഉപയോഗിച്ച് സംഗമമോ രാഷ്ട്രീയ പരിപാടിയോ നടത്താനാകില്ലെന്നതടക്കം അതീവ ഗൗരവകരമായ വിഷയങ്ങൾ ഹർജിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. പമ്പയിൽ 20 നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് ആദ്യം രജിസ്റ്റർ ചെയ്ത 3250 പേർക്ക് പ്രവേശനം നൽകുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. 5000 പേർ രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിലാണ് ആദ്യം രജിസ്റ്റർ ചെയ്ത 3250 പേരെ പ്രവേശിപ്പിക്കാൻ തീരുമാനിച്ചത്. അയ്യപ്പ സംഗമത്തിനെത്തുന്ന പ്രതിനിധികൾ ദർശനം ആഗ്രഹിക്കുന്നെങ്കിൽ സൗകര്യം ഒരുക്കും. 19, 20 തീയതികളിൽ അയ്യപ്പ സംഗമ പ്രതിനിധികൾ അല്ലാത്ത ഭക്തർക്ക് നിയന്ത്രണമുണ്ടാകും. ആരോപണങ്ങൾ ഉയർന്നെങ്കിലും പരാതിക്കാർ നേരിട്ട് രംഗത്ത് വരാത്ത സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി തല നടപടി മതിയെന്ന വികാരം കോൺഗ്രസിൽ ശക്തം. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലെങ്കിലും രാഹുൽ ഇപ്പോൾ കോൺഗ്രസിന് പുറത്താണ്. ഇതുതന്നെ കടുത്ത ശിക്ഷയായതിനാൽ ഇതിനപ്പുറം മറ്റു ശിക്ഷ വേണ്ടെന്നാണ് കോൺഗ്രസിലെ പൊതുവികാരം. KSRTC പ്രൊഫഷണൽ ഗാനമേള ട്രൂപ്പ് രൂപീകരിക്കുന്നു. ഇതിനായി ജീവനക്കാരുടെ എൻട്രികൾ ക്ഷണിച്ചു. ജീവനക്കാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഉൾപ്പെടുത്തിയാണ് ഗാനമേള ട്രൂപ്പ് രൂപീകരിക്കുന്നത്. പാട്ടിലും വിവിധ സംഗീത ഉപകരണങ്ങളിലും പ്രാഗൽഭ്യം ഉള്ളവർക്ക് ട്രൂപ്പിന്റെ ഭാഗമാകാം. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 2 പേരുടെ കൂടി മരണം സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം, കൊല്ലം സ്വദേശികളുടെ മരണത്തിലാണ് സ്ഥിരീകരണം. ഇതോടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഈ വർഷം മരിച്ചവരുടെ എണ്ണം 19 ആയി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ യൂറോളജി വിഭാഗത്തിലെ ശസ്ത്രക്രിയ ഉപകരണക്ഷാമം മാറ്റാൻ കൂടുതൽ ഇടപെടൽ തുടങ്ങി ആരോഗ്യവകുപ്പ്. ഡോക്ടർ ഹാരിസ് നടത്തിയ വെളിപ്പെടുത്തൽ വിവാദമായതിന് പിറകെയാണ് നീക്കം. 2 കോടി രൂപ ചെലവിൽ മൂത്രാശയ കല്ല് പൊടിക്കാനുള്ള ഉപകരണം വാങ്ങാനാണ് സർക്കാർ ഭരണാനുമതി നൽകിയത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി ഇളക്കിയത് അന്വേഷണം വേണ്ട വിഷയമെന്ന് കേരള ഹൈക്കോടതി. സ്വർണ്ണപ്പാളി സംസ്ഥാനത്തിന് പുറത്തേക്ക് കടത്താൻ സ്പോൺസർക്ക് അനുമതി നൽകിയ ബോർഡിന്റെ നടപടിയിൽ കോടതി സംശയം രേഖപ്പെടുത്തി. 1999 സ്വർണം പൊതിഞ്ഞ പാളി 1919 ചെമ്പ് പൊതിഞ്ഞതായി മഹസർ രേഖകൾ ഉണ്ടെന്ന് കോടതി പറഞ്ഞു. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണി അനുമതി നൽകാൻ ബോർഡിനെ പ്രേരിപ്പിച്ച കാരണം എന്തെന്നും കോടതി ചോദിച്ചു. രണ്ടാമതൊരു സെറ്റ് ദ്വാരപാലക പാളി സംബന്ധിച്ച വിവരം ലഭിച്ചത് സ്പോൺസറിലൂടെയാണെന്നും സ്ട്രോങ് റൂമിലുള്ള ദ്വാരപാളികൾ പക്ഷേ ചീഫ് സെക്യൂരിറ്റി ഓഫീസർക്ക് കണ്ടെത്താനായില്ലെന്നും കോടതി വ്യക്തമാക്കി. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിലാണ് ഗുരുതര കണ്ടെത്തലുകൾ അടങ്ങിയിരിക്കുന്നത്. തൊടുപുഴ KSRTC ഡിപ്പോ കെട്ടിടത്തിന് നഗരസഭയിൽ നിന്ന് കെട്ടിട നമ്പർ ലഭിക്കാനായി ലിഫ്റ്റ് നിർമ്മിക്കാൻ ഭിത്തി പൊളിച്ചപ്പോൾ കുറുകെ ഒരു ബീം പൊളിക്കാതെ ലിഫ്റ്റ് നിർമ്മിക്കാനാവില്ല. ബീം പൊളിച്ചാൽ കെട്ടിടവും പൊളിയും. അതുകൊണ്ട് ലിഫ്റ്റ് നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെച്ചു. ലിഫ്റ്റിനായി നേരത്തെ വാങ്ങിച്ചു വെച്ച ഉപകരണങ്ങൾ തുരുമ്പെടുക്കാനും തുടങ്ങി. വഖഫ് നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന കോൺഗ്രസ് വാദം സുപ്രീം കോടതി വിധിയോടെ തകർന്നതായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. മുനമ്പം ജനത ഉൾപ്പെടെ ആയിരക്കണക്കിന് പേർ നേരിടുന്ന വഖഫ് അധിനിവേശ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് വഖഫ് നിയമ ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. എന്നാൽ ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് വരുത്തി തീർക്കാൻ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യ മുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയ ശ്രമങ്ങൾക്ക് ഏറ്റ തിരിച്ചടിയാണ് സുപ്രീം കോടതിയുടെ നടപടികൾ. ഗുജറാത്തിലെ ജാംനഗറിൽ റിലയൻസ് ഫൗണ്ടേഷന് കീഴിൽ പ്രവർത്തിക്കുന്ന വൻതാരയ്ക്ക് SITയുടെ ക്ലീൻ ചിറ്റ്. അനന്ത് അംബാനിയുടെ വന്യജീവി സംരക്ഷണ പുനരധിവാസ കേന്ദ്രം വ്യവസ്ഥകൾ പാലിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പരിപാലനത്തിനും നിയന്ത്രണ നടപടികളിലും തൃപ്തരാണെന്ന് SIT സുപ്രീം കോടതിയെ അറിയിച്ചു. ഇന്ത്യ എന്തോ നല്ലത് ചെയ്യുന്നു എന്നതുകൊണ്ട് മാത്രമാണ് മൃഗങ്ങളെ വേട്ടയാടാൻ അനുവദിക്കുന്ന രാജ്യങ്ങൾ എതിർപ്പുകൾ ഉന്നയിക്കുന്നതെന്ന് വൻതാരയ്ക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവെ കോടതിയിൽ പറഞ്ഞു. വൻതാര നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ വന്യമൃഗ പുനരധിവാസ കേന്ദ്രമാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആനകളെ ഇവിടെ സംരക്ഷിക്കുന്നുണ്ട്. ബിസിനസ്സുകാരനിൽ നിന്ന് 60 കോടി രൂപയുടെ വഞ്ചന നടത്തിയെന്ന കേസിൽ ബോളിവുഡ് നടി ശില്പ ഷെട്ടിയുടെ ഭർത്താവ് രാജ് കുന്ദ്രയുടെ മൊഴി മുംബൈ പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം EOW തിങ്കളാഴ്ച രേഖപ്പെടുത്തി. അടുത്ത ചോദ്യം ചെയ്യൽ അടുത്ത ആഴ്ച നടന്നേക്കുമെന്ന് EOW റിപ്പോർട്ട് ചെയ്യുന്നു. ബീഹാറിലെ പൂർണിയിൽ പുതുതായി ഉദ്ഘാടനം ചെയ്ത വിമാനത്താവളത്തിന്റെ ആകർഷകമായ ചിത്രങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച പങ്കുവയ്ക്കുകയും പുതിയ വിമാനത്താവളത്തിൽ പൂർണിയിലെ ജനങ്ങളെ അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. ഇൻഡോറിൽ
മദ്യപിച്ച ഒരാൾ ഓടിച്ചു കൊണ്ടുപോയ ട്രക്ക് കാൽനടയാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഇടയിലേക്ക് ഇടിച്ചു കയറി. കുറഞ്ഞത് 3 പേർ മരിക്കുകയും നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. റോഡിൽ മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുന്നതും പരിഭ്രാന്തിയുടെ നിലവിളികൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നതും കണ്ടതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. നിരവധി പേർ ഗുരുതരാവസ്ഥയിലായതിനാൽ മരണസംഖ്യ ഉയർന്നേക്കാമെന്ന് ഉദ്യോഗസ്ഥർ ഭയപ്പെടുന്നു. കർണാടക മഹർഷി വാൽമീകി ഷെഡ്യൂൾഡ് ട്രൈബ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലെ സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേസിൽ കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായി 14 സ്ഥലങ്ങളിൽ തിങ്കളാഴ്ച സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ റെയ്ഡ് നടത്തി. അന്നത്തെ മന്ത്രിമാരുടെ സഹായികളുടെയും ബന്ധുക്കളുടെയും സ്വകാര്യ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സർക്കാർ ഫണ്ട് വകമാറ്റിയതിനെ ചുറ്റിപ്പറ്റിയാണ് അന്വേഷണം. ഫെബ്രുവരി 21 മുതൽ മെയ് 6 വരെയുള്ള കാലയളവിൽ KMVSTDCLന്റെ അക്കൗണ്ടുകളിൽ നിന്ന് നിയമവിരുദ്ധമായി കൈമാറ്റം, പിൻവലിക്കൽ വഴി 84.63 കോടി രൂപയുടെ സാമ്പത്തിക ദുരുപയോഗം നടന്നതായി ആരോപണമുണ്ട്. കഴിഞ്ഞ നവംബറിൽ BJP MLA ബസൻ ഗൌഡ ആർ പാട്ടീൽ കർണാടക ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഹർജി ഫയൽ ചെയ്തിരുന്നു. CBI അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഇടക്കാല സ്റ്റാറ്റസ് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. അതിൽ ധനകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥൻ നവജ്യോത് സിംഗ് കൊല്ലപ്പെട്ട ഡൽഹി BMW അപകടത്തിൽ പ്രതിയായ ഗഗൻപ്രീത് കൗർ പരിഭ്രാന്തിയിലായതിനാലും ആ ആശുപത്രി മാത്രമേ അറിയൂ എന്നതിനാലുമാണ് ഇരയെ 19 കിലോമീറ്റർ അകലെയുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്ന് പോലീസിനോട് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ ശേഷം ഗഗൻപ്രീതിനെ 2 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ജാമ്യാപേക്ഷ സമർപ്പിച്ച് പോലീസിനെ വിവരം അറിയിച്ചു. സെപ്റ്റംബർ 17 കോടതി കേസ് പരിഗണിക്കും. 2025-26 അസസ്മെന്റ് വർഷത്തിലെ ആദായ നികുതി റിട്ടേണുകൾ ITR സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി കേന്ദ്ര സർക്കാർ 1 ദിവസം കൂടെ നീട്ടി. പോർട്ടലിൽ സാങ്കേതിക തകരാറുകൾ യഥാർത്ഥ സമയപരിധിയിലെ പ്രക്രിയയെ തടസ്സപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇത്. ഒലി സർക്കാരിനെ വീഴ്ത്തിയ പ്രക്ഷോഭത്തിന്റെ കാലം കഴിഞ്ഞ് എല്ലാം ശാന്തമാകുമ്പോൾ നേപ്പാളിലെ സർക്കാർ വകുപ്പുകളും സ്ഥാപനങ്ങളും ഓഫീസ് പോലുമില്ലാതെ കഷ്ടപ്പെടുകയാണ്. ആക്രമണങ്ങളിൽ സർക്കാർ കെട്ടിടങ്ങൾ പലതും കത്തിയമർന്നു. ഉപയോഗിക്കാനാകാത്ത വിധം അവയ്ക്ക് കേടുപാടുകളും പറ്റി. പ്രധാന സ്ഥാപനങ്ങളും വകുപ്പുകളും ടെന്റുകൾ കെട്ടി ഓഫീസാക്കി കഴിഞ്ഞുകൂടുകയാണ്. പുതുപുത്തൻ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ അണിനിരത്തി ചൈന അതീവ രഹസ്യമായി സൂക്ഷിക്കുന്ന സൈനിക കേന്ദ്രം പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി സന്ദർശിച്ചു. പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭരണഘടനാ പ്രകാരമുള്ള തലവനായ സർദാരി ഏവിയേഷൻ ഇൻഡസ്ട്രി കോർപ്പറേഷൻ ഓഫ് ചൈന AVICയിൽ ഞായറാഴ്ചയാണ് സന്ദർശനം നടത്തിയത്. AVIC സന്ദർശിക്കുന്ന ആദ്യ വിദേശ രാഷ്ട്ര തലവനാണ് ആസിഫ് അലി സർദാരി. 10 ദിവസത്തെ സന്ദർശനത്തിലാണ് സർദാരി ചൈനയിലെത്തിയത്. ബിൽഗേറ്റ്സിന്റെ പിന്തുണയുള്ള സ്റ്റാർട്ടപ്പായ സാൽവർ മൃഗങ്ങളെയോ സസ്യങ്ങളെയോ എണ്ണകളെയോ ഉപയോഗിക്കാതെ പൂർണ്ണമായും കാർബണും ഹൈഡ്രജനും ഉപയോഗിച്ച് നിർമ്മിച്ച വെണ്ണ വികസിപ്പിച്ചെടുത്തു. ഈ നൂതന വെണ്ണ ഉപയോഗിച്ച് നിർമ്മിച്ച ചോക്ലേറ്റുകൾ ഈ അവധിക്കാല സീസണിൽ വിപണിയിലെത്തുമെന്നും 2027 കൂടുതൽ ചില്ലറ വിൽപ്പന ലഭ്യത പ്രതീക്ഷിക്കുമെന്നും കമ്പനി പ്രഖ്യാപിച്ചു. എന്നാൽ കൃഷിയെ തകർക്കുന്നതിനും ഭക്ഷ്യവിതരണം നിയന്ത്രിക്കുന്നതിനുമുള്ള ഒരു ശ്രമമാണിതെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ ആഴ്ച റഷ്യൻ ഡ്രോണുകൾ പോളിഷ് വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചതിനെ തുടർന്ന് സഖ്യത്തിന്റെ കിഴക്കൻ ഭാഗത്തെ പ്രതിരോധിക്കാൻ പോളണ്ടിന് മുകളിലുള്ള NATO ഓപ്പറേഷനിൽ UK യുദ്ധവിമാനങ്ങൾ ചേരുമെന്ന് പ്രതിരോധ മന്ത്രാലയം തിങ്കളാഴ്ച അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.